പോണേ അപ്പോൾ ഈ വീഡിയോ കുറച്ച് ബൈക്സ് കാണാനില്ലായിരുന്നു, മിസ്സിങ് ആയിരുന്നു. അപ്പോൾ അതാണ് ലേറ്റായത് കുറച്ച് ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് ഞാൻ കൊറോണ ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഏകദേശം 1 മാസം കഴിഞ്ഞ് ഒരു റൈഡ് പോയായിരുന്നു. അപ്പോൾ അത് നന്നെടുത്ത ഫുട്ടേജസാണ്. ഞാൻ പോയ വണ്ടി എന്ന് വെച്ചാൽ CD ഡോണാണ്. CD ഡോൺ ഇവിടുന്ന് ട്രിവാൻഡ്രത്തിൽ നിന്ന് പാലക്കാട് കൊണ്ടുവരുന്നത് ഫ്രണ്ടിന് വേണ്ടി. അപ്പോൾ അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് അവന് വണ്ടി ഇല്ലയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ പേരിലുള്ള വണ്ടി തന്നെ. അപ്പോൾ എൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന വഴി. അപ്പോൾ ഞാനും സാമും കൂടെ ഈ വണ്ടി ഇവിടെ നിന്ന് പാലക്കാട് പോവുക. അവനും ഉണ്ട് കൂടെ, സുമിത്ത് എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ പേര്, പാലക്കാടുള്ള. അപ്പോൾ അവനും ഉണ്ട് കൂടെ. അപ്പോൾ അവനുമായിട്ട് ഞാൻ ഇവിടെ നിന്ന് രാവിലെ 5:30 ഇറങ്ങി. അങ്ങനെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്, പോണ വഴിക്ക് തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു കാണിക്കൊക്കെ ഇട്ടിട്ട് തുടങ്ങാൻ ഐശ്വര്യമായിട്ട് തുടങ്ങാമെന്ന് ചോദിച്ചു. അങ്ങനെ ഇറങ്ങി. പിന്നെ കാണിക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇവിടുന്ന് സ്ട്രൈറ്റ് സാമിനെ കാണും. സാം വെയിറ്റിംഗ് ആണ്. സാം പോണ വഴിക്ക് വെയിറ്റിംഗ് ആണ്. അപ്പോൾ അവന് നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. മഴ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് തുടങ്ങിയായിരുന്നു. ഈ പോണ വഴിക്ക് മഴ ഉണ്ടോ ഇല്ലയെന്ന് ഒരു പിടുത്തമില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ ജാക്കറ്റും ഇത് മാത്രമേ ഉള്ളൂ, ലൈനറും മാത്രമേ ഉള്ളൂ, റെയിൻകോട്ടോ ഒന്നുമില്ല. ബാക്കി ഇരിക്കുന്ന സുമിത്തിന് ഇതേ ഉള്ളൂ, ഹുഡീസ് മാത്രമേ ഉള്ളൂ. അവന് ഹുഡീസ് മാത്രമേ ഉള്ളൂ, പിന്നെ ലഗേജ്, ഇത്രയും സാധനം മാത്രമേ ഉള്ളൂ. പോവുക, ജസ്റ്റ് ഒരു 2 ദിവസം അവിടെ എക്സ്പ്ലോർ ചെയ്യുക, തിരിച്ചു വരിക, അതാണ് പ്ലാൻ. അപ്പോൾ എൻ്റെ കൂടെ ചെന്നൈയിലായിരുന്നു ഇവന് കമ്പനി എന്ന് വെച്ചാൽ ചെന്നൈയിൽ എനിക്ക് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവന് കമ്പനി ആയിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് ഇവൻ മാത്രമല്ല, എനിക്ക് 2-3 ഫ്രണ്ട്സ് പാലക്കാട് അല്ലാതെ തന്നെ ഉണ്ട്. അപ്പോൾ അവരെ കൂടി കാണുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇവിടെ നിന്ന് വണ്ടിയും കൊണ്ട് പോവുക. ഇവൻ ഒറ്റയ്ക്ക് പോകാമെന്നാണ് പറഞ്ഞത്. ഞാൻ പറയാം ഈ വണ്ടി അതിൻ്റെ ഒറ്റയ്ക്ക് പോകണ്ട. അങ്ങനെ ഞാനും സുമിത്തും നമ്മളെ സാമും കൂടെ ഒരുമിച്ച് പോകാനുള്ള പ്ലാൻ ആയിരുന്നു. അപ്പോൾ വിചാരിച്ച പോലെയല്ല, നല്ല മഴയുണ്ടായിരുന്നു. മഴയൊക്കെ നനഞ്ഞ് കുളിച്ച് ഒരുവിധം നന്നായിട്ട് നനഞ്ഞ് നമ്മളിങ്ങനെ നടന്ന വഴിക്ക് പെട്ടെന്നാണ് റോഡ് മൊത്തം വെള്ളം എന്ന് വെച്ചാൽ നല്ല വെള്ളമുണ്ട്, ഏകദേശം നല്ല വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഉറപ്പില്ല, വണ്ടി ഇവിടെ നിന്ന് അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ വണ്ടി ഓടുമോ, അറയ്ക്കുമോ, വെള്ളം കയറുമോ, കാർബിൽ വെള്ളം കയറുമോ എന്നൊരു ഉറപ്പില്ലായിരുന്നു. ചില 2 കൽപ്പിച്ച് ഇവിടെ നിന്ന് ഇറക്കി ഫുള്ള് ഏകദേശം നമ്മളെ കാലും വെള്ളം എന്ന് വെച്ചാൽ സൈലൻസറിൻ്റെ മേലെ ഒരു നല്ല വെള്ളം ഉണ്ടായിരുന്നു. അവിടുത്തെ ഓപ്പോസിറ്റ് നല്ല ഓട്ടോ ഒക്കെ ഉണ്ടാവും, നല്ല വെള്ളം ഉണ്ടായിരുന്നു, നിറഞ്ഞാൽ വന്നത്. സത്യം പറഞ്ഞാൽ നല്ല വെള്ളം ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് നീന്തി ഒരു കാറ് വഴിക്ക് പോയി. ഈ കാറ് വഴിക്കായതാണ്. അവസാനം തള്ളി എന്തോ പുള്ളി കയറ്റും തോന്നുന്നു, അറിയത്തില്ല. അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ ഈ വെള്ളം ക്രോസ് ചെയ്ത് വണ്ടി ഇവിടെ നിന്ന് പാലക്കാട് വരെ കൊണ്ടുപോകണം. ഇനി എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവിടെ വെച്ച് നമുക്ക് നിർത്തേണ്ടി വരും. ഇത് ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 60 കിലോമീറ്ററും പോലും ആയിട്ടില്ല, ഒരു 40-50 ആ കിലോമീറ്ററിനകത്ത് നമ്മൾ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വെച്ച് വെള്ളം കയറി വണ്ടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അതൊരു ഇതാണ്. പിന്നെ ഇവിടെ വണ്ടി വെച്ചിട്ട് വണ്ടി റെഡിയാക്കി നമുക്ക് പോവാം. അപ്പോൾ 2 കൽപ്പിച്ച് ഇറക്കി. വണ്ടിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, വണ്ടി ഫുൾ കണ്ടീഷനായിരുന്നു. വണ്ടി ഇറങ്ങി അതുപോലെ തിരിച്ച് കയറുകയും ചെയ്തു. വേറെ കേസെന്ന് വെച്ചാൽ വണ്ടി ഇപ്പോൾ ഫുള്ള് നമ്മൾ ടെസ്റ്റ് പണിയും കാര്യങ്ങളെല്ലാം ടെസ്റ്റ് കഴിഞ്ഞതാണ്. ഇപ്പോൾ ടെസ്റ്റും എല്ലാം കഴിഞ്ഞ് ഫുൾ പെയിൻറ്റും വർക്കും എല്ലാം കഴിഞ്ഞ വണ്ടിയാണ്. അതിൻ്റെ ഒരു വിശ്വാസത്തിലും കൂടി ഇറക്കി ഒരു കുഴപ്പമില്ല. നമ്മൾ കയറി വണ്ടി ഒരിക്കലും ഒരു അറപ്പുമില്ലാതെ വണ്ടി നമ്മൾ കയറ്റി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഷൂവിനകത്തൊക്കെ ഫുൾ വെള്ളത് ഇല്ല, അകത്ത് കവറാണ്. പാതിൽ നിന്നറിയാ ബാക്കി തീർന്നു. ഇങ്ങനെ കിടത്തി നോക്കിയാ എടാ, അവൻ തിരുവല്ലാട്ടം വിളിക്കാൻ പറഞ്ഞോട്ടാ. ഇത് കിടക്കാൻ നമ്മള് പേടിയുണ്ട്. എന്തിന്? ഹലോ
തിരുവല്ല എത്തുമ്പോൾ വിളിക്കാൻ പറഞ്ഞു. ശാലിമോ പെട്രോൾ അടിച്ചോ? അടിക്കാം. മാസ്ക് വയ്ക്കാൻ നനഞ്ഞിരിക്കുന്നല്ലോ. നമ്മളങ്ങനെയുണ്ട, നമ്മളെവിടെ കാര്യം വെക്കൊണ്ട് അവിടെ മഴ കിടക്കും. ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ബാക്ക് ടു ന്യൂട്രാണോ പ്ലഗ് കിട്ടിയ നിന്റെ ബാഗിലും ഉണ്ട്. നീ ഇറങ്ങിയിട്ടാണ് എനിക്ക് അറിയാം. അപ്പുറത്തെ ഇപ്പുറത്തോ ഇപ്പുറത്തോ കട്ടായോ ഹോള്? ആര് ഇല്ലടാ കണ്ടുവിടാത്ത ഒരു ടെൻഷൻ. വെയില് കണ്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. ഡ്രൈവർ ഇറങ്ങിയല്ലേ കോ ഡ്രൈവറിന് ഇറങ്ങാൻ പറ്റും. ഇത് ഡ്രൈവർ ഇറങ്ങിയ ശേഷം കോ ഡ്രൈവർ ഇറങ്ങാൻ പറ്റും. വണ്ടിക്കാറ സീനൊന്നും ഇല്ല, ഇതുവരെ കണ്ടില്ല. വല്ലതും കഴിക്കാം. ഇല്ല ഇതൊക്കെ കിട്ടും. വില പിടിപ്പുള്ള ബാഗ് മാത്രമേ ഉള്ളൂ. വാ ലെറ്റ്സ് ഈറ്റ് സംതിങ്. അവിടെ കത്തിച്ചതാ എന്തോ. ഇത്രയും വെള്ളത്തിൽ കിടന്ന് എന്തിനാന്ന് വീട്ടിൽ കഴിയുന്നത്? അന്ധവിശ്വാസമല്ലേ? ഒരാളെ ഇരുന്നിയാൽ മതിയോ? അല്ല കൊല്ലട കൊല്ല നിങ്ങളിരി വണ്ടി ഒന്ന് തിരിക്കട്ടെ. ആ ഇത് അവൻ തിരുവല്ല എത്തുമ്പോ പറഞ്ഞത്. നമ്മള് തിരുവല്ല എത്തണം. ഓ എന്റെ പൊന്നെ ലൈനർ ഒരു കറവായിട്ട് ഓരോ കറ പോകാറുണ്ട്. എടുക്കപ്പെട്ടു. ഞാൻ ഫുള്ള് നനഞ്ഞിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല.
കണ്ടിന്യൂ അവർ ജേണി. അയ്യോ മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്നു, മൂക്കൊക്കെ അടഞ്ഞിരിക്കുന്നു. ആഹാ മഴ മാറി ഇപ്പം എന്തൊരു ആശ്വാസം. പക്ഷെ ഈ വെയിൽ വന്നാലോ ഈ ടാസ്ക് തുടങ്ങണ വരെ വെയിൽ വന്നോട്ടെ. വേറൊന്നുമില്ല, അവന് ചവിട്ടുണ്ടോ, ഇവന് ചവിട്ടുണ്ട്, വേറൊന്നുമില്ല അവൻ്റെ സൈഡ് നല്ല ഹാർഡ് ഉണ്ടായിരുന്നു, ഇവൻ്റെ സൈഡ് കുറച്ച്. അങ്ങനെ നമ്മൾ ഒരു 1:30-2 മണിക്കകത്തായപ്പോഴത്തേക്കും നമ്മൾ അങ്കമാലി എത്തി. അങ്കമാലി ഒരു അവിടുത്തെ ഒരു കടയിൽ നിന്ന് ഓറഞ്ച് വെക്കേഴ്സ് കടയിൽ അവിടെ നിന്ന് അവർക്ക് ഹോട്ടൽ റെസ്റ്റോറൻറ്റ് എല്ലാം കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി അങ്കമാലിയിൽ നിന്ന് നേരെ പാലക്കാട് പോവുകയാണ്. അപ്പോൾ വരണവർക്ക് ലേറ്റായി എന്തെന്ന് വെച്ചാൽ ഒന്നാമത്തെ കേസ് മഴ കഴിഞ്ഞ് നമ്മളെല്ലാം ഓടി ഏകദേശം അങ്കമാലി എത്താൻ ഒരു 60 കിലോമീറ്റർ മുന്നേ വെച്ച് പെട്രോൾ തീർന്നു വണ്ടിയിൽ. കാരണം ഇതിൽ കേജ് വർക്കിംഗ് ആയിരുന്നില്ല. അപ്പോൾ ഒരു ഉദ്ദേശം വെച്ച് അടിച്ചാൽ നമ്മൾ വന്നത്. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ 300 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്കമാലിക്ക് അടുത്ത് വരെ 300 രൂപയ്ക്ക് ഓടിക്കും. അപ്പോൾ അവിടെ നിന്ന് ഇനി പെട്രോൾ തീർന്നെടുത്ത് തൊട്ടടുത്ത് തന്നെ പമ്പ് ഉണ്ടായിരുന്നു. പമ്പിൽ നിന്ന് അടിച്ചു. നേരെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ അങ്കമാലി വന്ന് നേരെ അവിടെ നിന്ന് വീണ്ടും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി. നേരെ ഇനി പാലക്കാടാണ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് മഴയൊന്നും കണ്ടില്ല. നമ്മൾ കൊട്ടാരക്കര വരെ മഴ ഉണ്ടായിരുന്നുള്ളൂ. കൊട്ടാരക്കരയിൽ നിന്ന് കാപ്പി കുടിച്ച് ഇറങ്ങിയതിന് ശേഷം മഴയൊന്നും ഇല്ല. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വെയിലുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് വെയിലും ഇല്ല, നല്ല ക്ലൈമറ്റ് വരുന്നു. മഴയില്ല വെയിലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു. നല്ല തെളിഞ്ഞ ആകാശം, വെയിലില്ല, അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ ചൂടൊന്നും ഇല്ല, വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ഇനി അങ്കമാലിയിൽ നിന്ന് പാലക്കാട് പോകും. എടാ നീ അടിക്കുന്ന എന്തായാലും അടിക്കണം. നീ എവിടെ പോയി? യെസ് ഓഫ് കോഴ്സ്. വീട് മരിച്ച ആര് 200 അടിക്കാം എത്തും തോന്നണം. അതെന്താ സംഭവം? ഷോർട്ടാവണത് എന്താ? ചുമ്മാ പറഞ്ഞു. കേട്ടില്ല, അവൻ ചുമ്മാ പറഞ്ഞത്. ഷോർട്ടാവണം എന്തോ നീ പറയില്ലേ ഇവിടത്തെ ഇതേ ഉള്ളു. നടക്കല്ല ഓ ഇതിൽ തന്നെ. അത് വേറെ ഒന്നുമില്ല, പുതിയ പെയിന്റ് ഉള്ള ഈ പെപ്സി കളയല്. എടുത്ത് വെളിയിലെടി. ഓക്കെ, പെപ്സി ലീക്കായി. ഇല്ലടാ ഞാൻ പൊട്ടിച്ചില്ല. നീ അടിക്കുന്നില്ലേ? പമ്പിലുണ്ടാവും ചോദിച്ചു. നീ ആദ്യം അടിക്ക്. അല്ലെങ്കിൽ അവസാനം അവിടെ ഇല്ല ഇവിടെ ഇല്ലാതെ.
പൈസ അവിടെ കൊടുത്തു, അതുകൊണ്ടാ ചോദിച്ചത്. ഒരു ഫോൺ പേ ഉള്ളൂ ഇവിടുത്തെ തന്നെ ഉള്ളൂ, അവിടുത്തെ കാർഡായിരുന്നു. കാരണം അതിന്റെ ബില്ല് എടുക്കണമായിരുന്നു. ആ അങ്ങനെ. ഹോണടി മാത്രമേ ഉള്ളൂ, കണക്കം നോക്കാം. പള്ളിയൊക്കെ കേട്ടോ. പല കടലല്ല, പാലക്കാട് പല കടല്. വീട് പോളി എടാ 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 നിനക്ക് മറ്റേ സിനിമ അറിയാം, കുഞ്ചാക്ക ബോബൻ്റെ ഒരു സിനിമ ഉണ്ട്. ആ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം ഇതാണ്. പോളിടെക്നിക് എല്ലാം പഴയ നല്ല കൂട റോഡ്. അത് ഈ കോലേ സെറ്റ് റോഡ് പൊളിയായിരുന്നു. എന്താ കേട്ടില്ല? സാമണ്ട് അല്ല, സാമല്ല സുമിത്ത് എന്തുവാ ആളാ റോഡ് നല്ലതായി. ആ ഇല്ലടാ, ആ ഇതില്ല, ഈ റോഡല്ല, അപ്പുറത്തെ റോഡ്. വണ്ടി എടുത്തുണ്ട് ഇവിടെ നിർത്താം. സൂര്യച്ചൻ കാട്ടുപുല്ല് പറിക്കണേന് എന്താ കുഴപ്പം? സാമേ സാമേ